എൻ്റെയും വിനോദിൻ്റെയും ജീവിതം തുടങ്ങുന്നത് ഒരു ദരിദ്രമായ ചുറ്റുപാടിൽ നിന്നായിരുന്നു. അന്ന് അച്ഛൻ്റെ തൊഴിൽ അന്നത്തെ പല ആൾക്കാരുടെയും പോലെ ബീഡി തെറുപ്പായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു കുടിലിലാണ് ഞാനും വിനോദും ജീവിതം ആരംഭിച്ചത്. ഒരു കട്ടിലിടാനുള്ള ഇടം മാത്രം, ഒരറ്റത്തൊരു കുഞ്ഞു അടുപ്പും. അവിടെ വേറെ നിലത്ത് വച്ചിരിക്കുന്ന ഒരു കുടിലായിരുന്നു. ഞങ്ങൾക്ക് കിടക്കാനൊരു കട്ടിൽ മാത്രമുള്ള ഒരു കാലം. അവിടെ വിലങ്ങനെയാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. നേരെ കിടക്കാനുള്ള ഇടയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 4 പേരും വിലങ്ങനെ കിടന്നാണ് ജീവിച്ചത്. വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ കട്ടിലിൻ്റെ ഒപ്പം എത്തും. ചിലപ്പം ഒരു ദിവസം രാത്രി കട്ടിലിൻ്റെ ഒപ്പം വെള്ളം വന്നപ്പം വിനോദിനെ തോളയിലിട്ട് എന്നെ കൈക്കും പിടിച്ച് അച്ഛനും അമ്മയും കൂടെ ഞങ്ങളുടെ കടയിലോട്ട് പോയി. പോകുന്ന വഴിക്ക് പാലം പൊങ്ങിക്കിടക്കുകയായിരുന്നു. അതിൽ ചവിട്ടിപ്പിടിച്ച് ഉരുളാതെ ചവിട്ടിപ്പിടിച്ച് അക്കരെ ചെന്ന് അച്ഛൻ ചവിട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് തന്നെ അമ്മ അക്കരെ കിടന്നാണ് ഞങ്ങൾ കടയിൽ വന്നത്. കടയിൽ വന്ന് അവിടെയും വെള്ളം കയറിയപ്പോൾ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ കുടുംബമുണ്ട്. അവർക്ക് 2 നിലയാണത്. പഴയ തടി കൊണ്ടുള്ള പെര. അവർ വീട്ടിൽ പോവുകയാണ്. മേളിലത്തെ നില കഴിഞ്ഞോളാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് മേളിലത്തെ നില കഴിയാൻ പറ്റി. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കാലം അങ്ങനെ ദുരിതത്തിൽ ജീവിച്ച് മഴ പെയ്യുമ്പോഴൊക്കെ ചോരുമ്പോൾ എന്നെ അനിയനെയും കൂടെ കുടയ്ക്ക് കീഴിയിരുത്തി അച്ഛനും അമ്മയും കൂടെ ഉണർന്നിരിക്കും നേരം വെളുക്കുന്നവരെ. അങ്ങനെ ആ ദുരിതം നിറഞ്ഞ കാലഘട്ടം കഴിഞ്ഞിട്ട് ലക്ഷം വീട് കിട്ടി. ഞങ്ങളിങ്ങോട്ട് താമസം മാറിക്കഴിഞ്ഞാൽ അന്നേരമാണ് ഞങ്ങളൊക്കെ കാല് നീട്ടി കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും നല്ല ഡ്രസ്സുകളോ നല്ല പായോ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതുക്കെ ഞാനും വിനോദും വളർന്നു കഴിഞ്ഞപ്പം സൈക്കിള് കൂലിക്ക് കൊടുക്കാനൊക്കെ തുടങ്ങി. സൈക്കിളാണ് ആദ്യം കൂലിക്ക് കൊടുക്കാൻ തുടങ്ങി. അവത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ചെറുതായിട്ട് വീട്ടിലൊക്കെ കൊടുക്കും. അങ്ങനെ കുറേ കാലം 5-8 കൊല്ലത്തോളം അങ്ങനെ പോയി. അതിൽ നിന്ന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനുശേഷം അത് ആൾക്കാരെടുക്കാതെയൊക്കെ ആയി. എല്ലായിടത്തും 2 വീലറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം ആക്രി കച്ചവടം തുടങ്ങി. പഴയ പ്ലാസ്റ്റിക് ഇരുമ്പൊക്കെ എടുക്കുന്ന കച്ചവടം. അത് കുറേ കാലത്തോളം അതായിരുന്നു. അതിൽ നിന്നും അത്യാവശ്യത്തിനുള്ള പൈസ കിട്ടുമായിരുന്നു. ഒരു 2000 രൂപ, അന്നത്തെ കാലത്ത് ഒരു 2000 രൂപ 2 മാസം കൂടുമ്പം ലോഡ് കൊടുക്കുമ്പോൾ 2000 രൂപ കിട്ടുമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കൊട്ടയും ചട്ടിയും തൂമ്പായും ഒക്കെ മേടിച്ച് വെച്ച് വാടക സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി, വീട് പണിക്കുള്ള. അന്നേരം ആക്രി കച്ചവടം നിർത്തേണ്ടി വന്നു. കാരണം ഇതെടുത്ത് വെക്കാനും സാധനങ്ങൾ വരുന്ന ഇടാൻ സ്ഥലമില്ല. എടുത്ത് വെക്കാനായിട്ട് ഒന്നും അമ്മയ്ക്ക് വയ്യാതായി. ആക്രി കച്ചവടം നിർത്തി വാടക സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. എന്നാലും സാധാരണ വികലാംഗരായ ആൾക്കാർ ഇരിപ്പായി കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു തൊഴിലാണ് ലോട്ടറി കച്ചവടം. പലർക്കും ആ തൊഴിലാണ്. ഞാൻ പോയതിൽ ലോട്ടറി കച്ചവടത്തിനാണ്. പക്ഷേ എനിക്കും അതിനകത്ത് കൂടുതലൊന്നും ഉയർച്ച നേടാൻ പറ്റിയില്ല. കാരണം ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഞാൻ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കച്ചവടം നടത്തി. അവസാനം അതും 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. കാരണം അതിനകത്തുനിന്ന് കഷ്ടപ്പാട് മാത്രമേ മിച്ചമുള്ളായിരുന്നു. കാര്യമായ വരുമാനം ഇല്ലായിരുന്നു. ഇപ്പം നിലവിലുള്ള തൊഴിലെന്ന് പറയാനായിട്ട് ഈ വാടക സാധനങ്ങൾ കൊടുക്കുന്ന ഇതാണുള്ളത്. അത് അപ്പുറം ഇപ്പുറമൊക്കെ കടകൾ വന്നപ്പോൾ പുതിയതായിട്ട് കടകൾ, അവർ പുത്തൻ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുമ്പോൾ നമ്മളിങ്ങോട്ട് ആൾക്കാർ വരത്തില്ല, ഉള്ളിലോട്ട് കയറി വരണം. എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടക്കുന്നുണ്ട്. അച്ഛൻ മരിച്ചു പോയി, അമ്മ കിടപ്പിലായി. വിനോദിനും ഇപ്പം എങ്ങും ഇറങ്ങിയൊന്നും പോകാൻ മേല. അവനും ഇടയ്ക്കിരിക്കും, ഇടയ്ക്ക് കിടക്കും. ഞാൻ കിടപ്പിലായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ ജീവിതം മുമ്പോട്ട് പോണത്. പിന്നെ പാട്ട് ഞങ്ങൾ 2 പേരും ചെറുപ്പം മുതലേ പാടും. വിനോദിന് പാടാൻ
മടിയായിരുന്നു. ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളത് കൂടുമ്പം പാടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് അവനത് അധികം ആ രംഗത്ത് ശോഭിക്കാൻ പറ്റിയില്ല. ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ പാടുമായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ ചെന്നപ്പം യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ചേർന്ന് ഗാനമേളയ്ക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ കൂടുതൽ ദൂരോട്ടുള്ള പരിപാടിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ വീൽ ചെയറിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഗാനമേളയ്ക്കൊക്കെ പോകുമായിരുന്നു. ഗാനമേള, ഭക്തി ഗാനമേള, ഭജന. ആ കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലമായിരുന്നു. വിനോദം എൻ്റെ കൂടെ വരുമായിരുന്നു. വിനോദം താളം പിടിക്കാനൊക്കെ നല്ല കഴിവുള്ള ആളാണ്. അതിനത് താളമൊക്കെ പിടിക്കുകയും ഞങ്ങൾ ഒത്തിരി സ്ഥലത്തൊക്കെ പരിപാടിക്ക് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതം ഒരു ദുരിതം നിറഞ്ഞ ഒരു രീതിയിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഈശ്വരവിശ്വാസം മാത്രമേ നമുക്ക് ഇനി കൈമുതലായിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമുക്ക് ഓരോ വിഷമഘട്ടങ്ങളിൽ ഈശ്വരൻ്റെ സഹായം അതാണ് ഏറ്റവും പ്രധാനം. സദാസമയവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടിയാണ് ഇപ്പം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വികലാംഗരോടെല്ലാം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പരിതസ്ഥിതി നമുക്ക് നേരിട്ട് കഴിഞ്ഞാൽ അതിനെ ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. ദുഃഖിച്ചിരുന്ന നിലവിലുള്ള ജീവിതം കൂടെ നമ്മുടെ പോവും. കാരണം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അച്ഛനും ഒക്കെ മരിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് വിനോദ് പല സമയത്തും സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു, ഭാവി പോയതിനെ പറ്റി ഓർത്ത്. അന്നേരം ഞാൻ പറഞ്ഞു, ഇപ്പം നീ സങ്കടപ്പെടണ്ട, ഇപ്പം അവർ രണ്ടും നമ്മുടെ കൂടെ ഉണ്ട്, ജീവിതവും കുഴപ്പമില്ല, ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ അവർ പോവും, അന്ന് നീ സങ്കടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ്. ഇപ്പം വെറുതെ എന്തിനാണ് സങ്കടപ്പെടുന്നത് ചോദിച്ചു. ഇപ്പോൾ അതുപോലെ തന്നെ വന്നു ഇപ്പം. കാരണം വെച്ചാൽ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മൊത്തം മാറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, വികലാംഗരായ ആൾക്കാർ അല്ലാത്തവരാണേലും നമ്മൾ ഒരു പരിതസ്ഥിതി വന്നാൽ അതിനെ നേരിടാനുള്ള വഴി നോക്കുക. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പുറത്തോട്ട് സഞ്ചരിച്ച് പണം ഉണ്ടാക്കാൻ പറ്റുകയില്ല, പുറത്തോട്ടൊക്കെ പോയി പണം ഉണ്ടാക്കാൻ പറ്റുകയില്ല. കാരണം എന്ന് വെച്ചാൽ നടക്കാനും മേല, നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ഇതൊക്കെ അസുഖമൊക്കെ തോന്നിയാൽ നമുക്ക് വീട്ടിൽ വരാൻ പറ്റുകയില്ല, പെട്ടെന്ന് വീട്ടിൽ വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ചു. അതൊക്കെ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു. കാരണം ഇപ്പോൾ വയസ്സ് 10-60 വയസ്സായി. എനിക്ക് വിനോദിന് 54 വയസ്സുമായി. അത്രയും കാലം ഞങ്ങൾക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റി. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങിയോ ചെയ്തിട്ട് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നിനകത്തും ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈശ്വരവിശ്വാസം അത് പ്രധാനമാണ്. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ല ഒരു റിലാക്സ് കിട്ടും. കാരണം നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാൻ ഒരാൾ, അത് തന്നെയല്ല, ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമുക്കൊരു പെട്ടെന്നൊരു പോകുമ്പോഴേ തെളിഞ്ഞ് കിട്ടുന്നത്. അത് തന്നെയല്ല, പിന്നെ വേറെ ഒന്ന് വെച്ചാൽ സംഗീതം കേൾക്കണം. ഇഷ്ടം പോലെ സംഗീതം കേൾക്കുന്നത് നല്ലതാണ്. നമ്മുടെ മനസ്സിന് റിലാക്സ് ആകാനായിട്ട് ഏറ്റവും നല്ല സംഗീതമാണ്. അതുപോലെ തന്നെ വായന ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നല്ല നല്ല പുസ്തകങ്ങളെടുത്ത് വായിക്കുക, അതിനെപ്പറ്റി കൂട്ടുകാരുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിരിക്കുക. എൻ്റെ ജീവിതത്തിലും അതൊരു പ്രധാന ഇതായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ വായിക്കുമായിരുന്നു. ആ വായനയിൽ നിന്നിട്ട് അറിവാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുണപ്പെട്ടത്. എല്ലാവരും നല്ല നല്ല പുസ്തകങ്ങൾ അടുത്തുള്ള ലൈബ്രറികളിലൊക്കെ കിട്ടുമെങ്കിൽ എടുത്ത് വായിക്കണം. വായിച്ചിട്ട് അതിനകത്തെ പല അറിവുകളും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റും. പല മഹാന്മാരുടെയും അറിവുകൾ പകർത്താൻ പറ്റും. അത് തന്നെയല്ല, മറ്റുള്ള ചെസ്സ് കളി, അവണക്കുള്ള ഈ ക്യാരംസ്, അവണക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മനസ്സ് മുഷിപ്പിക്കാതെ അതൊക്കെ കളിക്കുന്നത് നല്ലതാണ്. എനിക്കും ചെസ്സ് കളിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. മറ്റുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് ചെസ്സ് കളിക്കുക അതൊരു ബുദ്ധിപരമായ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള ഈ ചീട്ട് കളിയോ അതുപോലെയുള്ള കളികളോ പോലെയല്ല, നല്ല രസവും ആൾക്കാർ കണ്ടാലും നമ്മളെ ഒരു പഴിക്കലാത്ത കളിയാണ് ചെസ്സ് കളി. അങ്ങനെയുള്ള കളികളിലുമൊക്കെ ഏർപ്പെടണം. നമ്മൾ ജീവിതം നീണ്ട കാലം ഒരു വീട്ടിൽ തന്നെ
ഒരേ കാഴ്ചകൾ, എന്നും എഴുന്നേൽക്കുമ്പം ഒരേ കാഴ്ചകൾ, ഒരേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തോട് മുഷിപ്പ് തോന്നും. മുഷിപ്പ് തോന്നുന്നത് നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനമാകുന്ന പോലെ നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ദുഷിച്ചു പോകും. അതുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നതാണ് എപ്പോഴും നല്ലത്. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുക. ഒരു 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 ബിസിനസ് തുടങ്ങി അത് അതിന് പരാജയം വരുന്നെങ്കിൽ അന്നേരം വേറൊന്ന് കണ്ടുപിടിക്കണം. വേറൊന്ന് കണ്ടുപിടിച്ച് ചിലപ്പം ചില ആൾക്കാർക്ക് പൈസ കാണുകയില്ലായിരിക്കും. ഇപ്പം ഞങ്ങൾക്കും പണമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ബ്ലേഡൊക്കെ എടുത്ത് പുറത്തുനിന്നൊക്കെ ആൾക്കാരുടെ ബ്ലേഡൊക്കെ എടുത്താണ് ഓരോന്നോരോന്ന് ചെയ്തത്. എന്നിട്ട് അവത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് അവത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അടച്ചു തീർത്തത്. നമ്മൾ സ്ഥിരവും ഉത്സാഹവും നമ്മൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക, സ്വപ്നം കാണുക. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് സ്വപ്നം കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് ജീവിതത്തെപ്പറ്റി സ്വപ്നം വേണം. അപ്പം നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. കുറേയൊക്കെ ആഗ്രഹിച്ചാൽ കുറച്ചെങ്കിലും അത് സാധിക്കുകയും ചെയ്യും. നല്ല മനസ്സോടെ, നല്ല പ്രതീക്ഷയോടെ, ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജീവിതം ഒരു പരിധി വരെ വിജയമാകും എന്നുള്ളതാണ് എൻ്റെ വിനോദിൻ്റെയും ജീവിതം തെളിയിക്കുന്നത്. നമുക്കൊത്തിരി അനുഭവങ്ങൾ ചിലപ്പോൾ തിരിച്ചടികളൊക്കെ ആയിട്ട് വരും. കാരണം നമ്മൾ നടന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വയ്യാതായി കഴിയുമ്പം ഉണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദങ്ങളും പിന്നെ ഉള്ള ആ രീതി കഴിയാനുള്ളൊരു ബുദ്ധിമുട്ടും, എന്നും കുളിച്ചുകൊണ്ടിരുന്ന ആൾ കുളിക്കാനും പറ്റത്തില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മുടക്കം വരും. പക്ഷെ അതിലൊന്നും മനസ്സ് നിരാശപ്പെടാതെ ജീവിതത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് എൻ്റെ അസുഖമുള്ളവരോടാണെങ്കിലും അല്ല ഭിന്നശേഷിക്കാരായ ആൾക്കാരോടാണെങ്കിലും അല്ലാത്തവരോടാണെങ്കിലും പറയാനുള്ളത് അതാണ്. ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടാതിരിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ എന്നും ഞാൻ വിചാരിക്കുന്നില്ല. ജീവിതം ഒരു തുടർ പ്രക്രിയയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വായിച്ചിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും വെച്ച് നോക്കുമ്പോൾ ജീവിതം ഒരു തുടർ പ്രക്രിയയാണ്, ഒരു ജന്മം കൊണ്ട് അവസാനിക്കുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ശരീരം നശിച്ചു പോവും, ശരീരത്തിന് ഉള്ള രോഗമുള്ളു, മനസ്സിനോ ആത്മാവിനോ രോഗമില്ല. അത് ജന്മാന്തരങ്ങളിലൂടെ യാത്ര തുടരും. ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ അതതിൻ്റെ യാത്ര തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വായിച്ചു മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇന്നിപ്പം പുതിയ ആധുനിക ശാസ്ത്രവും ഏകദേശമൊക്കെ അത് അംഗീകരിച്ച് വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പല ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ വയ്യാഴികയോ വൈകല്യങ്ങളോ ഒന്നും മനസ്സിനെ ബാധിക്കാതെ ശുഭപ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. സംഗീതം കേൾക്കുക, വായിക്കുക, നല്ല കളികളിൽ ഏർപ്പെടുക, അതാണ് ഏറ്റവും നല്ലത്.